നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ അമ്മയാകാം, സഹോദരിമാരാകാം, അല്ലെ ഭാര്യയാകാം, മക്കളാകാം, ആരുമാകാം. ഈ നക്ഷത്രക്കാർ ഉള്ള ഗൃഹം വളരെയധികം സൗഭാഗ്യത്താൽ നിറയുന്നതാണ്. കാരണം ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ സ്ത്രീയായിട്ട് ഉണ്ടാകണം എന്നതാണ്. ഏകദേശം ഒരു 2 മാസത്തിനകം തന്നെ ഒരു വൻ നേട്ടം അല്ലെങ്കിൽ സൗഭാഗ്യം വരാൻ പോവുകയാണ് ഈ പറയാൻ പോകുന്ന സ്ത്രീ നക്ഷത്രക്കാർക്ക്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണിവർ. ഈ കഷ്ടപ്പാടുകളൊക്കെ തീർന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ. അപ്പോൾ ഇവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു സമയം കൂടിയാണ്. എന്തെന്നാൽ ഇവരുടെ ഭാഗ്യം ഇനി അനുഭവത്തിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഭാഗ്യം ദൈവങ്ങൾ വർഷിക്കാൻ പോകുന്ന സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഈ നാളുകാരിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില അത്ഭുത ശക്തി വരെയുണ്ട്. നമ്മൾ പറയാറുണ്ട് ചില ആളുകൾക്ക് പ്രവചിക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സൗഭാഗ്യങ്ങൾ ധാരാളമായി ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രക്കാരാണ്. സർവ്വവിധ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്ന് മാറി വളരെയധികം നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം തന്നെ ചതയമാണ്. ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ഇത് വളരെയധികം നേട്ടമാണ്. നിങ്ങൾ കേൾക്കേണ്ട ഒരു വീഡിയോ കൂടിയാണ്. ചതയംകാരിയായ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നിമിത്തം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ തട്ടിത്തെറിച്ചു പോകുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാത്ത, പിണക്കങ്ങളോ ഒന്നും അധികമായിട്ടില്ലാത്ത ഒരു കൂട്ടരാണ് ചതയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും അതൊക്കെ മനസ്സിലൊതുക്കി ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകുന്നവർ. എന്നാൽ ചോദിക്കും, മറ്റുള്ളവർ ഈശ്വരനെ വിളിക്കുന്നില്ലേ എന്ന്. അങ്ങനെയല്ല. നമ്മൾ പരിഭവവും പിണക്കമൊക്കെ വരും, മറ്റുള്ളവരോട്ട് പറയാറുണ്ട്. പക്ഷേ ചതയം നക്ഷത്രക്കാർ അങ്ങനെയല്ല. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി അവർ പറയുന്നത് ഭഗവാനോട് മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ചതയംകാരായ ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മനപ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ചില വ്യക്തികളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒത്തിരി അനുഭവത്തിൽ വന്നിട്ടുണ്ട് ചതയം നക്ഷത്രക്കാരായ ആളുകൾക്ക്. എന്നാൽ പരീക്ഷണങ്ങൾ ഒരുപാട് നേരിട്ട നിങ്ങൾക്ക് ജീവിതത്തിലെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ് ഈ തുലാമാസം മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. പരീക്ഷണങ്ങളും പോരാട്ടങ്ങളും ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ചതയംകാരായിട്ടുള്ള ആളുകൾക്ക് ഇനി പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ്. ഇവിടെ സാക്ഷാൽ ഭഗവതി അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ചതയം നക്ഷത്രക്കാരായ ആളുകൾക്ക്. ഈ ധനുമാസം പിറന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം തുടങ്ങിയിട്ടുണ്ട്. ഇനി പോകെ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ അമ്മ മഹാമായ പരാശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ വളരെയധികം ഗതിമാറ്റം സംഭവിക്കുന്ന 2 മാസക്കാലമാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് സൗഭാഗ്യങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്ന്. എന്നാൽ ചില സൗഭാഗ്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇപ്പോൾ വീണു കിട്ടിയിരിക്കുന്ന അവസരമാണ്. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിമിത്തം അപ്പോൾ നിങ്ങൾ ഉള്ള വീടുകളിൽ, അതായത് ഈ നക്ഷത്രക്കാരായ ആളുകൾ ദിവസവും നിങ്ങൾ തന്നെ വിളക്ക് തെളിയിച്ച് അമ്മ മഹാമായയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഓം ദുർഗായേ നമഃ എന്ന ദുർഗാമന്ത്രം ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് നിങ്ങൾ ജപിക്കേണ്ടതാണ്. ചതയ നക്ഷത്രക്കാരായുള്ള സ്ത്രീകളുള്ള വീട്ടിൽ അവർ തന്നെ നിലവിളക്ക് രാവിലെയും വൈകിട്ടും തെളിയിക്കുന്നത് ഈ ഒരു 2 മാസക്കാലത്തേക്ക് ഏറ്റവും അധികം ഉത്തമമാണ്. നിങ്ങൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടതും പ്രീതിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഓം ദുർഗായേ നമഃ എന്ന് നാമം ജപിക്കുക. വിളക്ക് കത്തിക്കുന്ന വേളയിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന അത്രയും നിങ്ങൾക്കത് ജപിക്കാവുന്നതാണ്. 108 എങ്കിൽ 108, അല്ലെങ്കിൽ 21 എങ്കിൽ 21. അങ്ങനെ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. എത്ര പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. ചതയ നക്ഷത്രക്കാരുള്ള വീട് രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ വാക്കും നാക്കും ഒക്കെ പൊന്നായിരിക്കുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം കേൾക്കുന്നത് മുതൽ വിശേഷിപ്പിക്കാം. തുലാമാസം മുതൽ നിങ്ങൾക്കൊരു മാറ്റമൊക്കെ ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. 2 മാസക്കാലം, തുലാം വൃശ്ചികം വരുന്ന ഈ 2 മാസക്കാലം വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമാണ് ചതയം നക്ഷത്രക്കാർക്കും അവർ വസിക്കുന്ന ഗൃഹത്തിനും. 2ാമത്തെ നക്ഷത്രമായി വരുന്നത് പൂരുരുട്ടാതിയാണ്.
പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആഗ്രഹിച്ച ഒരു കാര്യവും കിട്ടിയിട്ടില്ല. ആഗ്രഹിച്ച ഒരു ലെവലിലേക്കും എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും ജീവിതത്തെ പറ്റി ഓർത്ത് നോക്കുമ്പോൾ ഒരു അന്തവും പിടിയും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്, ഭാവി കാര്യങ്ങളെ പറ്റി നോക്കുമ്പോൾ വരെ. എന്നാൽ തുലാമാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അതിനെപ്പറ്റി മനസ്സിലാവും. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവത്തിലുള്ള, ഒരുപാട് കരയേണ്ടി വന്നിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരുരുട്ടാതി എന്ന് പറഞ്ഞ്. പ്രതീക്ഷിച്ച പോലുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് സ്വയം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയും കഴിഞ്ഞു. പക്ഷേ ഇവിടെ അനുകൂല സമയമാണ്. ഭഗവാൻ നിങ്ങളുടെ വിളി ഇപ്പോഴാണ് കേട്ടത് എന്ന് നിങ്ങൾ കരുതിക്കോളൂ. അത്രയ്ക്ക് മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൂരുരുട്ടാതി നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു 2 മാസത്തിനുള്ളിൽ, അതായത് തുലാം വൃശ്ചികം ഈ 2 മാസങ്ങളിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് തുലാം വൃശ്ചിക മാസങ്ങളൊക്കെ. ധനപരമായിട്ട് മാറ്റമുണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്കൊരു പ്രഭ വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഊർജ്ജം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. സാമ്പത്തികമായിട്ടൊരു മാറ്റങ്ങൾ ഉണ്ടാകും. കടങ്ങളായിരുന്നു ഇതുവരെ, ആകെ ശൂന്യമായ ഒരു അവസ്ഥയായിരുന്നു. രോഗാവസ്ഥകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു അത്ഭുതമായ മാറ്റം തുലാം വൃശ്ചിക മാസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുള്ള വീട് രക്ഷപ്പെടുമെന്നതിൽ സംശയമേ വേണ്ട. വളരെയധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരുരുട്ടാതി. ഇവിടെ അമ്മ മഹാമായയുടെ, പരാശക്തിയുടെ ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദേവിക്ക് നിങ്ങളുടെ ആ ഒരു വിളി ചെവിയിലേക്ക് കേട്ടത്. അപ്പോൾ ഇവിടെ വളരെ ഭാഗ്യമാണ് തുലാം മാസം, വൃശ്ചിക മാസം. ഈ 2 മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന, കണ്ണീര് ഉപ്പാനായിട്ട് ഭഗവതി തന്നെ നേരിട്ടിറങ്ങി വന്നിരിക്കുന്ന സമയങ്ങളാണ്. അടുത്ത 3ാമത്തെ നക്ഷത്രം വിശാഖമാണ്. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്നൊരവസ്ഥയിലൂടെ കടന്നു വരുന്നവരാണ് നിങ്ങൾ. എത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിക്കാമോ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അത്രത്തോളം ദുഃഖങ്ങൾ വിശാഖം നക്ഷത്രക്കാർ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു. സങ്കടങ്ങൾ കാണാൻ ഈശ്വരനില്ലേ എന്ന് പോലും മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനോട്. എന്നാൽ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയാവുന്ന തുലാം വൃശ്ചിക മാസങ്ങളെയാണ്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദുർഗാദേവിയുടെ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാർക്ക്, അതായത് സ്ത്രീ നക്ഷത്രക്കാർക്ക് വന്നു ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 മാസക്കാലം, തുലാം വൃശ്ചികം ഈ 2 മാസക്കാലം ജീവിതത്തിൽ ഒരു തലവര തെളിയുന്ന സമയമെന്ന് നമുക്കിതിനെ പറയാവുന്നതാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അമ്മ മഹാമായ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന ഒരു സമയങ്ങളാണ്. ദുരിതങ്ങളെയൊക്കെ നീക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നതിനാൽ ധനം, സമ്പത്ത്, സമൃദ്ധി ഇതൊക്കെ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖം നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ അവരുമായി ഇത് പറയുക. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ തുലാം മാസം മുതൽ ഒരു മാറ്റമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തുലാം വൃശ്ചിക മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയമാണ്. 2025 എടുത്ത് നോക്കുമ്പോഴും തിരിച്ചടികൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നാൽ ഈ തുലാം വൃശ്ചിക മാസങ്ങൾ ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള സമയമായിട്ടുണ്ട്. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തേടി വരുന്നതാണ്. ഒരുപാട് ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മനപ്രയാസകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ അതൊക്കെ ഇവിടെ മാറുന്ന, ഇവിടെ ദുർഗാദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ്. രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് തന്നെ വിളക്ക് കത്തിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്ന, വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന 2 മാസങ്ങളാണ് ഈ തുലാമാസവും വൃശ്ചിക മാസവും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാൻ ഭാഗ്യമുള്ള സമയമാണ് തുലാം വൃശ്ചിക മാസങ്ങളൊക്കെ. അതിനായി PSC ഒക്കെ എഴുതുന്നവർക്ക് സന്തോഷ വാർത്ത ഈ വൃശ്ചിക മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കും അമ്മ മഹാമായയുടെ അനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം അമ്മ മഹാമായയോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഫലം കണ്ടില്ല. എന്നാൽ ഇപ്പോൾ മുതൽ പ്രയത്നിച്ച, നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾക്കും പ്രയത്നങ്ങൾക്കുമൊക്കെ ഫലമുണ്ടാവുകയാണ്. സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അമ്മ മഹാമായ ദുർഗാദേവിയുടെ അനുഗ്രഹം കൂടെയുള്ള സമയമാണ്. വളരെയധികം ഐശ്വര്യവും നേട്ടവുമാണ് നിങ്ങൾക്ക് തുലാം വൃശ്ചിക മാസങ്ങളിൽ ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവേ ദുർഗാദേവിയുടെ അനുഗ്രഹം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കണ്ണുനീര് അനുഭവിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്, ഗ്രഹദോഷങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കർമ്മഫലമാണ് അനുഭവിക്കേണ്ടത്, അനുഭവിച്ചേ മതിയാവും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് വളരെയേറെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ലേ, ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മൾ പറയാറുണ്ട് കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോയി എന്ന. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒറ്റ ഫലം കൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയൊക്കെ
വന്നു ചേരാൻ പോവുകയാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവരാണ് നിങ്ങൾ. മക്കളെ ഓർത്തുള്ള സങ്കടങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളെ ഓർത്തുള്ള സങ്കടങ്ങൾ, സഹോദരങ്ങളെ ഓർത്തുള്ള സങ്കടങ്ങൾ, അങ്ങനെ പലവിധ സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ആരെയും ഉപദ്രവിക്കാത്ത ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. ആർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും ചെയ്യാത്ത ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനോടൊന്ന് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ വഴിത്തിരിവിൻ്റെ സമയമാണ്. തുലാം വൃശ്ചികം മാസങ്ങൾ ഉയർച്ച, സന്തോഷമൊക്കെ വന്നു ചേരുന്ന ദിനങ്ങളാണ്. ഏതാണ്ട് ഒരു 2 മാസക്കാലം തുലാം വൃശ്ചിക മാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നതാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകുന്നതാണ്. ആകെ ഒരു ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളിൽ നിന്ന് വരെ വേർപെട്ട് കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ അനിഴം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ. ഇവിടെ അമ്മ മഹാമായയുടെ ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ കാര്യങ്ങളൊക്കെ ഇനി നേരെ വരുന്ന ഒരു സമയമാണ്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. സാമ്പത്തികമായി ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പുറമേ നിന്ന് ആർക്ക് നോക്കിയാലും നിങ്ങളുടെ കയ്യിൽ കൂമ്പാരമായി ധനം ഇരിക്കുന്നു എന്നൊരു പറച്ചിലാണ്. പക്ഷെ നിങ്ങൾക്കേ അറിയൂ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഏതൊക്കെയാണ്. മക്കളെ ഓർത്തുള്ള ദുഃഖങ്ങൾ, പ്രത്യേകിച്ച് മകനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നു, അവരുടെ വിവാഹ കാര്യങ്ങളെയൊക്കെ ഓർത്ത്. എന്നാൽ ഇവിടെ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികത്തിൻ്റെ ചെറിയ ഒരു കുറവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. പക്ഷേ അതൊക്കെ നികത്തപ്പെടുന്ന സമയമാണ്. ഈ തുലാം വൃശ്ചിക മാസങ്ങൾ ദുഃഖങ്ങളൊക്കെ തീരുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി അല്പം ബാധ്യതകളൊക്കെ ഈ ഇടക്കാലമായി വന്നുപെട്ടിട്ടുണ്ട്. ഒരു കടങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് കടങ്ങൾ എടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു വഴിയൊക്കെ തെളിയുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ അല്പം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഇടക്കാലമായി സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർവ്വം വളരെയധികം മംഗളമായി ഭവിക്കുന്ന ഒരു സമയമാണ് തുലാം വൃശ്ചിക മാസങ്ങൾ. ഈ 2 മാസങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രേഷ്ഠമായ ഫലം ലഭിക്കുന്നതാണ്. എന്തെന്നാൽ ദുർഗാദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ. അപ്പോൾ ദുർഗാ മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുക, അതേപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുമ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്താനും ദേവിക്ക് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം സമർപ്പിക്കുക, ചുമന്ന പുഷ്പങ്ങൾ നടയിൽ സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തുലാം വൃശ്ചിക മാസങ്ങളിൽ വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന സ്ത്രീ നക്ഷത്രക്കാരാണ് ഇക്കൂട്ടർ. ഇവരുള്ള ഗൃഹങ്ങളിൽ എപ്പോഴും ലക്ഷ്മി ദേവി വസിക്കുന്നതാണ്. കൂടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും വന്നു ചേരുന്നതാണ്. ജീവിത ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന 2 മാസക്കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ തുലാം വൃശ്ചിക മാസങ്ങൾ.